നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിമാനയാത്രയ്ക്ക് മുൻപ് ഉള്ളത്. ഈ കടമ്പകളെല്ലാം കടക്കുകയും ശേഷം സുരക്ഷിതമായി യാത്ര ചെയ്യവേ യാത്രാ മധ്യേ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം ലഭിച്ചാലുള്ള അവസ്ഥ, ഇത് യാത്രക്കാരെ അക്ഷരാർത്ഥത്തിൽ ഭയചകിതരാക്കുന്നതാണ്. ഇപ്പോൾ ഇതാ അത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. വിമാനത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റഷ്യൻ വിമാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി ഉണ്ടായത്. എന്നാൽ ഈ വിമാനത്തിന് സുരക്ഷയൊരുക്കിയത് ഇന്ത്യൻ വ്യോമസേനയാണ്. ഭീഷണി സന്ദേശം എത്തിയതോടെ റഷ്യൻ വിമാനം ഗുജറാത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിമാനത്തിന് സുരക്ഷയൊരുക്കി. മുംബൈ, ഗോവ, അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിൽ റഷ്യൻ വിമാനം എത്താൻ വൈകിയേക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്നും യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്തുമായിരുന്നു ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. ഗോവയിലേക്ക് പറന്ന റഷ്യൻ അസൂർ എയർ വിമാനത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായത്. എന്നാൽ സന്ദേശം ലഭിച്ച പിന്നാലെ തന്നെ ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. ബോംബ് ഭീഷണി ലഭിച്ചതോടെ ഇന്ത്യൻ അധികൃതർക്ക് വിവരം കൈമാറി. യാത്രക്കാരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുക എന്നതായിരുന്നു പ്രധാനമെന്ന് റഷ്യൻ എംബസി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം സുരക്ഷിതരായിരുന്നുവെന്ന് റഷ്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. 236 യാത്രക്കാരും 8 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്നും യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കിയ ശേഷം വിമാനവും ലഗേജും ഇന്ത്യൻ വ്യോമസേന പരിശോധനയ്ക്ക് വിധേയമാക്കി. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ NSG ബോംബ് സ്ക്വാഡ് നേരിട്ടെത്തിയാണ് റഷ്യൻ വിമാനത്തിൽ പരിശോധന നടത്തിയത്. എന്നാൽ നീണ്ട 9 മണിക്കൂറത്തെ പരിശോധനയ്ക്ക് ശേഷം ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് വിമാനം യാത്ര പുനരാരംഭിക്കുകയും ചെയ്തു. ബോംബ് ഭീഷണി ഉണ്ടായതിനാൽ സൈനിക വ്യോമതാവളത്തിലെ ഒറ്റപ്പെട്ട ഭാഗത്തേക്ക് വിമാനം മാറ്റുകയായിരുന്നു മിഷന്റെ ആദ്യ നടപടിയെന്ന് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. യാത്രക്കാരെ അതിവേഗത്തിൽ പുറത്തിറക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. റഷ്യയുടെ ഭാഗത്തു നിന്നും സന്ദേശം ലഭിച്ച ശേഷം 50 മിനിറ്റ് മാത്രമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തയ്യാറെടുപ്പിന് സമയം കിട്ടിയതെന്നും അധികൃതർ പറഞ്ഞു. ഇത്രയും നേരം കൊണ്ട് റഷ്യൻ വിമാനത്തിന് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സാധിച്ചു. എയർ കമാൻഡോർ ആനൻ സോന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റഷ്യൻ വിമാനത്തിന് ആവശ്യമായ സഹായം ചെയ്തു നൽകിയത്. എയർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ഉന്നത IAF ഉദ്യോഗസ്ഥർ രാത്രി വൈകിയും സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വിമാനത്താവളങ്ങളാണ് ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.